ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനെ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് ശരിക്കും ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. അതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം കുറച്ച് ഡേറ്റ്സും മുന്തിരിയൊക്കെ നമുക്ക് ഇടാം. വേണമെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയും ആഡ് ചെയ്യാം. ബട്ട് നമ്മുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ തൊലി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യുന്നില്ല. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. കാഷ്യൂനട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു മിക്സിയിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടാൽ ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പഞ്ചസാരയിൽ കുറച്ച് നമ്മൾ ഈ വെച്ചിരുന്ന മിക്സിയിലേക്ക് ഇടണം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തായിരുന്നു, കാരണം നമ്മുടെ മിക്സിനകത്ത് വെള്ളം കുറവായിരുന്നു. അതിനുശേഷം ബാക്കി നമ്മൾ അരച്ച പഞ്ചസാര ഒരു അരിപ്പയിലിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം. പഞ്ചസാര അരിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മൈദയും പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഇത്തിരി ഉപ്പും ഇട്ട് നല്ലപോലെ അതും ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് 2 മുട്ട എടുത്ത് ഒരു മിക്സിയിലേക്ക് ഇടാം. അതിനുശേഷം ഇത്തിരി വാനില എസൻസും കൂടെ ഇട്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് അത് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ അരിച്ച പഞ്ചസാരയുടെയും മൈദയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പതിയെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയും കൊടുക്കണം. ഒരു 2 തവണയോ 3 തവണയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാതെ ഇട്ടതിന് ശേഷം എപ്പോഴും നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇത് പതിയെ കട്ടിയായിട്ട് വരും. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു ഇച്ചിരി കട്ടിയൊക്കെ ആയി തോന്നുമ്പോഴത്തേക്കും അതിലേക്ക് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബേക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഇത്തിരി ബട്ടർ തേച്ചിട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു റിങ്ങും എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ കേക്കിൻ്റെ മിക്സിയിലെ എയർ ബബിൾസ് ശരിക്കും ഒന്ന് കളയണം. എയർ ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ആ കേക്കിൻ്റെ മിക്സ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പെടുത്ത് ഈ കുക്കറങ്ങ് മൂടാം. നമുക്ക് 50 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നമുക്കിതെടുത്തൊരു പാത്രത്തിലേക്ക് ഇടാം. അങ്ങനെ നമ്മൾ ഇതെടുത്ത് പാത്രത്തിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കിത് മുറിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറാണ്.
അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.